ബീഹാറിൽ കോൺഗ്രസ് നേതാവ് കനയ്യകുമാറിന്റെ സന്ദർശനത്തിന് പിന്നാലെ ക്ഷേത്രം ശുദ്ധീകരിച്ച സംഭവത്തിൽ വിവാദം. സഹർസ ജില്ലയിലെ ബംഗ്ലാവ് ഗ്രാമത്തിലെ ദുർഗാദേവി ക്ഷേത്രത്തിലാണ് സംഭവം. ബിജെപിക്കാർ അല്ലാത്തവരെ തൊട്ടുകൂടാത്തവരായി കണക്കാക്കുമോ എന്ന് കോൺഗ്രസ് വിമർശനം ഉന്നയിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, ഈ കനയ്യകുമാർ യാത്രയിലാണ്, അത് പലായനം അവസാനിപ്പിക്കൂ, യുവാക്കൾക്ക് ജോലി നൽകൂ എന്നതാണ് അതിന്റെ മുദ്രാവാക്യം. അപ്പോൾ അതിലെ രാഷ്ട്രീയ ദേഷ്യമാണോ ആ ക്ഷേത്ര ശുദ്ധീകരണത്തിലേക്ക് എത്തിയത്? ബൽറാം. ഹാഷ്മി, സ്വാഭാവികമായും രാഷ്ട്രീയ വൈരാഗ്യം തന്നെയായിരിക്കാം ഇത്തരം ഒരു പ്രവൃത്തിക്ക് പിന്നിൽ എന്ന് നമുക്ക് കണക്കാക്കേണ്ടി വരും. ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ കനയ്യകുമാർ ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു ബീഹാർ പര്യടനത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും കുടിയേറ്റം അവസാനിപ്പിക്കുക, ജോലി നൽകുക എന്നീ മുദ്രാവാക്യം ഉയർത്തിയുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര കഴിഞ്ഞ ദിവസം സഹർസ ജില്ലയിലെ ബംഗാവ് ഗ്രാമത്തിൽ എത്തിയത്. അവിടെ ദുർഗാക്ഷേത്രത്തിന് സമീപമായിരുന്നു അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അദ്ദേഹം അവിടെ നടത്തിയ പ്രസംഗം അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അദ്ദേഹം ഈ പ്രസംഗം പൂർത്തിയാക്കി അവിടെ നിന്നും മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ ദുർഗാക്ഷേത്രത്തിലേക്ക് ചിലർ എത്തുന്നതും ഈ ക്ഷേത്രം ശുദ്ധീകരിക്കുന്നതുമായുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അതും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ബിജെപിക്കാർ അല്ലാത്തവർ എല്ലാവരെയും തൊട്ടുകൂടാത്തവരായി കണക്കാക്കുമോ എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. അതേസമയം രാഷ്ട്രീയമായ മറുപടി ആണ് ബിജെപി ഇതിന് നൽകുന്നത്. കോൺഗ്രസിനോടുള്ള ജനങ്ങളുടെ തിരസ്കരണമാണ് ഇത്തരത്തിൽ ക്ഷേത്രം വൃത്തിയാക്കിയതിന് പിന്നിൽ എന്നാണ് ബിജെപി നേതാക്കൾ മറുപടി നൽകുന്നത്. അതേസമയം കനയ്യകുമാർ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഇതുവരെയും. വിഷയം വലിയ തോതിൽ തന്നെ ചർച്ചയാവുകയാണ്. ഇത്തരത്തിൽ ഒരു യുവ നേതാവിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഒരുപോലെ ലക്ഷ്യം വെച്ച് ഒരു പ്രചരണ ജാഥ നടത്തുമ്പോൾ അതിൽ ഒരു ക്ഷേത്രം വൃത്തിയാക്കിക്കൊണ്ട് അതിനൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നു. അതെന്നാൽ തൊട്ടുകൂടാത്തവരായി കണക്കാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് ഉണ്ടായത് എന്ന തരത്തിലുള്ള വിമർശനമാണ്. ഈ വിഷയം വലിയ തോതിൽ പ്രചരണമാക്കാൻ ലക്ഷ്യം വെച്ച് തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് നീങ്ങുന്നത്. ഹാഷ്മി, ബൽറാം നെടുങ്ങാടിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും അത് രാഷ്ട്രീയ ചർച്ചയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല.